ഹലോ ഫ്രണ്ട്സ്, കണ്ടോ? നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും ഒരു പ്രൊമോ വന്നത്. അനീഷിൻ്റെ പരിശുദ്ധമായ പ്രണയം നമ്മുടെ അനുമോളോട് തുറന്നു പറയുന്നുണ്ട്. അനീഷ് രണ്ടുപേരും ഊഞ്ഞാലിലിരുന്നാടുന്ന സമയത്ത് അനീഷ് ചോദിക്കുന്നുണ്ട് അനുമോൾക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന്. അപ്പോൾ അനുമോൾ വളരെ നല്ല രീതിയിൽ തന്നെ പറയുന്നുണ്ട്. വരുന്ന രീതിയിൽ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഇപ്പം ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറിയിട്ടുണ്ട് അനീഷേട്ടൻ. അപ്പോൾ ആരും ഇഷ്ടപ്പെടുന്നൊരു ആളാണ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് അനീഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അനുമോൾ ചിരിച്ച് ഇതാകാണ്. എന്നിട്ട് പറയുന്നത് ആദ്യം കുറച്ച് നേരം ഉണ്ടായിരുന്നിട്ട് പിന്നെ പറയുന്നുണ്ട് എനിക്കിപ്പോൾ കല്യാണത്തോട് ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു, അത് ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ കല്യാണമേ വേണ്ടാന്ന് ഓർത്തിരിക്കുകയായിരുന്നു. അപ്പോൾ വീട്ടുകാരെല്ലാം കൂടെ കൺവേർട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ 2 വർഷത്തെ കാലാവധി ചോദിച്ചിരിക്കുകയാണ്. 2 വർഷം കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അനീഷിനത് ഭയങ്കര വിഷമമായി. പക്ഷേ അനീഷ് അതിൻ്റെ ആൻസർ എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാട്ടോ അത് സംസാരിക്കുന്നത്. പക്ഷേ അനീഷിന് ഭയങ്കര വിഷമമായി. പക്ഷേ അതിൻ്റെ ഇടയിലേ ഇവർ അനുമോൾ കുറേ കളിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കാണുമ്പോഴൊക്കെ ലൗചിനം കാണിക്കുന്നു. അതിനോട് അനുകൂലമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അനുമോൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അനീഷ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അതല്ലാന്നുണ്ടെങ്കിൽ അനീഷ് അങ്ങനെ സംസാരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അനീഷിനെ ഇതിലേക്ക് വരച്ചിടാനായിട്ട് ഷാനവാസൊക്കെ അതിനകത്ത് ആളാണ്. പലരും എല്ലാവരും കളിയാക്കിയാണ് അനീഷിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം മുട്ടിട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വളരെ മോശമായിരുന്നു. അനുമോളെ എന്തായാലും അനീഷ് ചേർത്ത് പിടിച്ചിരുന്ന എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും അനീഷ് അനുമോളെ ചേർത്ത് പിടിച്ചൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞ പ്രേക്ഷകരായ ഞങ്ങളൊക്കെ ചിന്തിച്ചത് അങ്ങനെ ഉണ്ടാവുമെന്നാണ്. എന്താണേലും ഒക്കെ ഇനിയിപ്പോൾ അനീഷ് അതിൽ നിന്ന് ഡിക്കവർ ചെയ്തെടുക്കാം ഇതാവുമായിരിക്കും എന്ന് വിചാരിക്കാം. എന്തായാലും അനീഷ് തെറ്റ് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം.